ആലപ്പുഴ ജിംഖാന. സോ നസ്ലിന്റെ ആലപ്പുഴ ജിംഖാന അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോണി ലിവിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഇതൊരു സ്പോർട്സ് പടം അല്ലെങ്കിൽ ഒരു ബോക്സിംഗ് പടം എന്നൊക്കെ പറയുന്നേക്കാളും ഒരു യൂഷ്വൽ നസ്ലിൻ കോമഡി പടം വിത്ത് സം സ്പോർട്സ് എലമെന്റ്സ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇത് കണ്ടിട്ട് കുറെ പേർക്ക് ഭയങ്കര പീക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഓവർ റേറ്റഡ് ആസ് ഹെൽ എന്നേ പറയാനുള്ളൂ. ആൻഡ് ഇതിൽ നസ്ലിൻ ഒരു ഫ്ലേർട്ടിങ് ആക്ക് കൊടുത്തിട്ടുണ്ട്. അൺബെയറബിൾ, അത്രയും വെറുപ്പിക്കലായിരുന്നു. ആൻഡ് നസ്ലിന്റെ ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ പാടത്തൊക്കെ ഒരു കോല് വെച്ചിട്ട് അതിലൊരു സാരിയോ ഒരു തുണിയോ ചുറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഒലിപ്പിച്ച് പോണ ഒരു കോമാളി ക്യാരക്ടർ. അത് ഭയങ്കര വെറുപ്പിക്കുന്ന രീതിയിലാണ് ആള് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ദാവീദൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് കിട്ടിയില്ല. അതന്നെയായിരുന്നു എനിക്ക് ഈ സിനിമയിലും കിട്ടിയത്. എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. ദാറ്റ് വാസ് ടു ബോറിംഗ്. സോ യൂഷ്വലി ഒരു സിനിമയിൽ അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും. ഇതിൽ AC-യുടെ വേവ് പോലെ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് അപ്പ് ആണെങ്കിൽ പിന്നെ ഒരു 15 മിനിറ്റ് ഡൗൺ ആണ്, പിന്നെ ഒരു 2 മിനിറ്റ് അപ്പ് ആവും, പിന്നെ ഒരു 15 മിനിറ്റ് ഡൗൺ. ആൾക്കൊരു 3-4 റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിൽ സീറോ ഇമോഷണൽ കണക്ഷനും. അത് അതിലേറെ വെറുപ്പിക്കലായിരുന്നു. ഒരു ഊച്ചാലി റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആകെ ഈ സിനിമ കണ്ടുകൊണ്ട് ഉണ്ടായ ഒരു ഉപകാരം, ഇത്ര ടൈപ്പ് ഓഫ് കിസ്സസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര പുതിയൊരു അറിവായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. ഇതൊരു ഖാലിദ് റഹ്മാൻ പടമാണെന്നൊന്നും വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. റൈറ്റിംഗ് ഒക്കെ അത്രയും വീക്കായിരുന്നു. ഇവർ നസ്ലിൻ ഇന്നേ വരെ ഇത്രയും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഡെഫിനറ്റ്ലി ഈ സിനിമയിൽ പോസിറ്റീവ് ഉണ്ട്. ഗണപതിയുടെ ക്യാരക്ടർ അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ മറ്റേ മുടിയിൽ കളർ അടിച്ചൊരു പയ്യന്റെ ഫൈറ്റ് സീൻസ് ഒക്കെ നൈസ് ആയിരുന്നു. പിന്നെ നമ്മുടെ പടക്കളം സന്ദീപ് അടിപൊളിയായിരുന്നു. ബാക്കിയൊക്കെ വെറുപ്പിക്കൽ തന്നെയാണ്. ആൻഡ് ഇതില് മറ്റേ നമ്മുടെ കാതൽ ദ കോറിൽ മമ്മൂട്ടിയുടെ മകളായിട്ട് അഭിനയിച്ച കൊച്ച് ഇർതി സുട്രൂല് ഋതിക സിംഗ് ചെയ്ത പോലെ 1-2 കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചിലവർക്ക് അതെന്തോ ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നും. എനിക്ക് ക്രിഞ്ച് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നാണ് തോന്നിയത്. അത്രയും വെറുപ്പിക്കലായിരുന്നു അത്. സോ വേണ്ടവരെ കണ്ടു നോക്കുക. സോണി ലിവിൽ അവൈലബിൾ ആണ്. എനിക്ക് ഒരു വെരി വെരി പുവർ പടമായിട്ടാണ് തോന്നിയത്. ഇനി ചിലപ്പോൾ OTT കണ്ടോണ്ടായിരിക്കും. തിയേറ്ററിൽ കണ്ടിട്ട് ചിലപ്പോൾ കിടിലൻ എക്സ്പീരിയൻസ് ആയി ഉണ്ടാവാം. പക്ഷെ എല്ലാ പടവും തിയേറ്ററിൽ കാണാൻ വെച്ചാൽ വാച്ച് നെസസിറ്റി ഓഫ് എൻ OTT പ്ലാറ്റ്ഫോം എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ ഉറപ്പായിട്ടും ഇത് OTT കാണാൻ വേണ്ടി മാറ്റി വെച്ച സിനിമ തന്നെയാണ്. സോ എനിക്ക് വലിയ കിടിലം പടവും കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആൻഡ് ഇതിൽ നസ്ലിൻ ഒരു കിടിലം ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ആൾക്കൊരു പ്രോപ്പർ ആയിട്ട് ഫൈറ്റ് പോലും ഇല്ല. ആളാണ് ഈ സിനിമയുടെ ലീഡ്. പിന്നെ എന്തിനാണ് ഇത്രയും കിടിലം ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്നാ മനസ്സിലാവാത്തത്. ഇതിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയുന്നു. എനിക്ക് ഒട്ടും വർക്കാവാത്ത പടമാണ്. അത് പറഞ്ഞിട്ട് എല്ലാവർക്കും വർക്കാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്.